നമസ്കാരം. വയനാട്ടിലെത്താൻ മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര വൈമനസ്യം എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കേട്ടോ. വയനാട്ടിലെ മക്കളുടെ വേദനയും രോദനവും ഒന്നും കേൾക്കുന്നില്ലേ മുഖ്യ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണിതാ വനം മന്ത്രിയുടെ മുതലക്കണ്ണീർ മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് കണ്ടു കാണും എല്ലാവരും. വനം വകുപ്പ് മന്ത്രിയും സ്ഥലം MLAയും വീടുകൾ സന്ദർശിക്കാൻ താമസിച്ചു എന്നുള്ളൊരു ആരോപണമുണ്ടായിരുന്നു. ആ ആരോപണത്തിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് എല്ലാവരും കേട്ടതുമാണ്. വികാരഭരിതമായ അന്തരീക്ഷത്തിൽ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല എന്നും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ചർച്ച നടത്തേണ്ടത് എന്നുമാണ് മന്ത്രിയുടെ വലിയ വാദം. കാരണം ഫലപ്രദമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നു. ഇതൊക്കെ മന്ത്രി AK ശശീന്ദ്രൻ്റെ മുതലക്കണ്ണീരിൽ പെടുന്നതാണ് കേട്ടോ. ബേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന് കർണാടക സഹായം കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകളോട് മന്ത്രി എങ്ങനെ പ്രതികരിച്ചു എന്നുകൂടി അറിയണ്ടേ. കാരണം കർണാടക സർക്കാർ 15 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചിരുന്നു അജീഷിൻ്റെ കുടുംബത്തിന്. ആ അജീഷിൻ്റെ കുടുംബത്തിന് കർണാടക ധനസഹായം ചെയ്തത് മാധ്യമങ്ങളിലൂടെയുള്ള ഒരു അറിവ് മാത്രമാണ് തനിക്കുള്ളത് എന്ന് പറഞ്ഞു വെക്കുന്ന AK ശശീന്ദ്രൻ എന്ന് പറയപ്പെടുന്ന മന്ത്രി അറിയുക. അത് വളരെ നല്ല കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഒരു കുടുംബത്തെ സഹായിക്കുന്നതിന് എന്തിനാണ് മറ്റൊരു കണ്ണിലൂടെ നമ്മൾ അതിനെ കാണുന്നത് എന്നൊക്കെ ചോദിക്കാൻ മന്ത്രിയായ ശശീന്ദ്രന് കഴിയുന്നുണ്ട്. പക്ഷേ സഹായിക്കാൻ കഴിയുന്നവരെല്ലാം ആ കുടുംബത്തിനെ സഹായിക്കണമെന്നും ഒപ്പം തന്നെ ബോബി ചുമ്മണ്ണൂർ അങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊക്കെ ശശീന്ദ്രൻ പറയുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യമാണ് എന്ന് തന്നെ മന്ത്രി പറയുമ്പോഴും മന്ത്രി അറിയേണ്ട ചില കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോരുത്. കുടുംബത്തിൻ്റെ നഷ്ടപരിഹാരം പുനഃപരിശോധിക്കണമെന്ന് ജനങ്ങളുടെ ആവശ്യങ്ങളോട് മന്ത്രി പക്ഷെ പ്രതികരിച്ചത് ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ അത് ആ ഒരു കാര്യം മാത്രം കണ്ടുകൊണ്ട് നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കാൻ കഴിയില്ല, നിശ്ചയിക്കാൻ കഴിയില്ല, അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതല്ലല്ലോ എന്നൊക്കെ മന്ത്രി പറയുന്നുണ്ട്. ഓരോ സംസ്ഥാനവും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ശേഷി പരിഗണിച്ചുകൊണ്ട് തന്നെ ഉള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. അത് പുൽപ്പള്ളിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇടുക്കിയെ കണ്ടിട്ടോ മറ്റ് സ്ഥലങ്ങളെ കണ്ടിട്ടോ അല്ല എന്നുള്ള ശശീന്ദ്രൻ്റെ വാദം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് കേട്ടോ ശശീന്ദ്രൻ. ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര തുക ധനാശ്വാസമായിട്ട് നൽകാൻ കഴിയും എന്ന് കൂടിയാലോചിച്ചാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്, എത്തിച്ചേരുന്നത് എന്നൊക്കെയാണ് മന്ത്രിയുടെ പ്രസ്താവനകൾ. അത് ഉചിതമായ സമയത്ത് പുനഃപരിശോധിക്കുന്നതിന് സർക്കാരിന് പ്രശ്നമൊന്നുമില്ല എന്നും, പക്ഷെ അത് ആ സമയത്തായിരിക്കും അത്തരത്തിലൊരു തീരുമാനമെടുക്കുക എന്നുമൊക്കെയാണ് ശശീന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. പുൽപ്പള്ളിയിലെ സമരക്കാർക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കേട്ടതാണ്. അതായത് പൊതുമുതൽ നശിപ്പിച്ചവരുടെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത് എന്നും പ്രതിഷേധമെന്ന് പറയപ്പെടുന്നത് അക്രമാസക്തമാകരുത് എന്നതാണ് ഈ പ്രധാന ഘടകമെന്നുമൊക്കെയാണ് മന്ത്രിയുടെ വാദം. ഇവിടെ എല്ലാവർക്കും പ്രതിഷേധിക്കാനും സംഘടിക്കുവാനും സമരം ചെയ്യുവാനും എല്ലാവർക്കും എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മന്ത്രി പറയുമ്പോഴും മന്ത്രി അറിയുക എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യേണ്ടി വന്നത്. പക്ഷേ അത് വഴിവിട്ട തരത്തിലാകുമ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലീസിനെതിരെ കോടതി നടപടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത്തരമൊരു സാഹചര്യം കൂടി കേരളത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുകൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫലപ്രദമായ ഒരു ചർച്ചയിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കൂടിയാലോചനകൾ എത്തിച്ചേരാനുള്ള, അല്ലെങ്കിൽ ആ കൂടിയാലോചനകളുടെ ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയുമായി മീറ്റിംഗ് നടത്തുന്നതെന്നും അതിനുശേഷം മാത്രമാണ് ഒരു ആലോചന യോഗം ചേരുക എന്നും പറയുന്നു. സ്ഥലം സന്ദർശിക്കുക, വീടുകളിൽ പോവുക, വീട്ടുകാരെ ആശ്വസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും അതൊരു വിഷയമാണെങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നതാണ്. പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ശ്രമങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ടോ? ഈ കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വീട് സന്ദർശിക്കാതിരുന്നത് മനുഷ്യത്വപരമായ കാര്യമാണ്. എന്നിരുന്നാലും പ്രധാന പ്രശ്നം പ്രശ്നപരിഹാരമാണ്. ആ ദിശയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഈ വയനാട്ടിലെ മന്ത്രി അറിയുക. ശശീന്ദ്രൻ മനസ്സിലാക്കുക. വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സമാധാനപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് ചർച്ച നടത്തി ആ ചർച്ചയിലൂടെ ഉരുത്തിരിയേണ്ട വളരെ വലിയ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക. വികാരഭരിതമായ അന്തരീക്ഷത്തിൽ ചർച്ച നടത്തിയാൽ ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ശശീന്ദ്ര, നിങ്ങൾ മനസ്സിലാക്കുക. വികാരഭരിതമായ ഒരു അവസ്ഥയിൽ വയനാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ജനങ്ങളെ കാണാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. താങ്കൾ കർണാടകത്തിലെ മന്ത്രിസഭ അല്ലെങ്കിൽ കർണാടക സംസ്ഥാനം 15 ലക്ഷം രൂപ അജീഷിന് നൽകുന്നു എന്ന് പറയപ്പെടുമ്പോൾ അത് എന്ത് തീരുമാനങ്ങൾ, എന്ത് വികാരപരമായിട്ടുള്ള ചർച്ചകൾ ചെയ്തിട്ടാണ് നടത്തിയത് എന്ന് മനസ്സിലാക്കുക. താങ്കളും താങ്കളുടെ മുഖ്യമന്ത്രിയും മരണം നടക്കുന്ന സ്ഥലത്ത് പോലും എത്താൻ കഴിയാതെ പേടിച്ച് മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളപ്പോഴാണ് താങ്കൾ ഈ വാദഗതികളൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് മിസ്റ്റർ ശശീന്ദ്രൻ.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വയനാട്ടിൽ താങ്കൾ വനം വകുപ്പ് മന്ത്രിയാണല്ലോ, ആ മന്ത്രി എന്നുള്ള പദവിയെങ്കിലും താങ്കൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. താങ്കൾ ഒപ്പം തന്നെ താങ്കളുടെ മന്ത്രിസഭയും താങ്കളുടെ മുഖ്യമന്ത്രിക്കൊക്കെ ജനങ്ങൾ മരിച്ചാലെന്ത് അല്ലെങ്കിൽ ജീവിച്ചാലെന്ത് എന്ന് പറയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നതിൽ നമ്മൾ ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ശശീന്ദ്രൻ മനസ്സിലാക്കുക, വയനാട്ടിലെ ജനങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുക, പ്രശ്നപരിഹാരം ഉണ്ടാക്കുക. അതിന് വലിയ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. ഒരാൾക്ക് ഒരു ധനസഹായം നൽകുന്നതിന് ആ കർണാടക സർക്കാരിന് എത്ര പെട്ടെന്ന് 15 ലക്ഷം രൂപ നൽകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഇവിടുത്തെ ഈ സർക്കാരിനും കഴിയും. അല്ലാതെ താങ്കൾക്കും താങ്കളുടെ മുഖ്യമന്ത്രിക്കും ഇങ്ങനെ ദൂർത്ത് നടത്തുന്നതിനും നവകേരള സദസ്സ് പോലുള്ള പൊട്ടത്തരങ്ങൾ കാണിക്കുന്നതിനും വേണ്ടി മാത്രമായി പണം ദുരുപയോഗം ചെയ്യരുത്. സാധാരണക്കാരന് മരിച്ചുപോയവൻ്റെ കുടുംബത്തിനെ സഹായിക്കുവാനുള്ള ശ്രമം നടത്തൂ. അനാവശ്യമായ വാചകമടി നിർത്തലാക്കൂ. താങ്കളുടെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള മടിയാണ്, ജനങ്ങളെ കാണാനുള്ള മടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് വരാത്തത്. ഇപ്പോൾ അവസാനം താങ്കൾ പറഞ്ഞു വെച്ചതുപോലെ ഒരു മരണം നടക്കുന്ന വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ വികാരപരമായിട്ടുള്ള ചില നിമിഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതുകൂടി മനസ്സിലാക്കി ആ ജനങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞ് അവരുടെ രോദനം കേട്ടുകൊണ്ട് അവരെ സഹായിക്കാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ തൻ്റെയൊക്കെ മന്ത്രി പദവി എന്ന് പറയപ്പെടുന്നത് ഇതോടുകൂടി അവസാനിക്കും എന്നുകൂടി മനസ്സിലാക്കുക. ആയുസ് തീർന്നിട്ടും മന്ത്രി പദവിയുടെ ആർത്തി തീരാത്ത തന്നെ പോലുള്ളവന്മാർ ഈ വകുപ്പ് ഭരിച്ചാൽ ജനങ്ങൾക്ക് ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല.